ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഇലാസ്റ്റിൻ. ഈ ഒരു ഇലാസ്റ്റിൻ നമ്മുടെ പ്രായം ചെല്ലുന്തോറും നമ്മുടെ സ്കിന്നിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ലങ്സ്, രക്തക്കുഴൽ ഇവിടെ നിന്നൊക്കെ വിഘടിച്ചു പോവുകയും അതുപോലെ തന്നെ പുതുതായി ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിൽ പല ന്യൂട്രിയൻസും ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു ഇലാസ്റ്റിൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ന്യൂട്രിയൻസ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇലാസ്റ്റിൻ വർദ്ധിപ്പിക്കാനും അതുപോലെ അത് നിലനിർത്താനും സഹായിക്കുന്ന 5 ഭക്ഷണങ്ങളാണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5 ഭക്ഷണങ്ങളല്ല, 4 ഭക്ഷണ പദാർത്ഥങ്ങളും ഒരു ആയുർവേദ മരുന്ന് കൂടിയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇലാസ്റ്റിനും അതുപോലെ തന്നെ കൊളാജനും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. രണ്ടും ഒന്നല്ല, രണ്ടും 2 പ്രോട്ടീൻ തന്നെയാണ്. കൊളാജൻ നമ്മുടെ സ്കിന്നിൻ്റെ ഫേംനെസ് നിലനിർത്താൻ അത്യാവശ്യമാണ്. സ്കിന്നിൻ്റെ ഒരു സ്ട്രക്ചർ തരുന്നത് തന്നെ കൊളാജനാണ്. അപ്പോൾ ആ ഒരു കൊളാജൻ നമുക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ആ സ്കിന്നിനെ വലിച്ചാൽ തിരിച്ചു വരാനുള്ള ആ ഒരു കാപ്പബിലിറ്റി കിട്ടുന്നത് ഇലാസ്റ്റിൻ കൊണ്ടാണ്. ഈ ഇലാസ്റ്റിനും നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടീൻ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കൊളാജനും ഇലാസ്റ്റിനും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, കൊളാജൻ നമ്മളൊരു 30s ഒക്കെ ആകുമ്പോൾ കുറഞ്ഞു വരും. പക്ഷേ ഒരു ഇയർലി 1 to 2% കുറയും. പക്ഷേ അത് എപ്പോഴും പ്രൊഡക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എലാസ്റ്റിൻ അങ്ങനെയല്ല. നമ്മുടെ ഒരു 20s ഒക്കെ ആവുമ്പോഴേക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ നിൽക്കുന്നതാണ്. പിന്നെ ആ ഒരു ഇലാസ്റ്റിനെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. പുതുതായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ഓരോ വർഷവും ഒരു 1% കുറഞ്ഞും വരുന്നുണ്ട്. അപ്പോൾ ഈ ഇലാസ്റ്റിൻ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഫുഡുകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി നിലനിർത്താനും ആ സാഗിങ് ഒക്കെ കുറച്ച് കാലം കൂടെ സാഗിങ് ഒക്കെ വരാതെ നിലനിർത്താനും സ്കിന്നിൻ്റെ ഫൈൻ ലൈൻസ് ഒക്കെ വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് അവക്കാഡോ ആണ്. അവക്കാഡോയിൽ ധാരാളമായിട്ട് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ്, അത് ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ എ, വിറ്റാമിൻ ഇ, അതുപോലെ നിയാസിൻ, ഫോളേറ്റ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ല്യൂട്ടിൻ അതുപോലെ തന്നെ സിയൂസാന്തിൻ, ഇത് രണ്ടും സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഇലാസ്റ്റിൻ്റെ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവക്കാഡോ നമ്മൾ ഉൾപ്പെടുത്തുന്നത് മൂലം നമുക്ക് ഈ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇത് നമുക്ക് മുകളിൽ, അതായത് അകത്തേക്ക് കഴിക്കുന്നത് മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനും ഇത് വളരെ നല്ലതാണ്. ഈ ഒരു അവക്കാഡോ ഓയിൽ നമുക്ക് 1-2 സ്ട്രാൻഡ്സ് കുങ്കുമപ്പൂവ് കൂടി ഇട്ടിട്ട് അത് നമ്മൾ ഒരു ഓയിൽ മസാജ് പോലെ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ എലാസ്റ്റിൻ നിലനിർത്തി കൊണ്ടുപോകാൻ, അതിൻ്റെ ബ്രേക്ക് ഡൗൺ തടയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഈ ഒരു അവക്കാഡോ. രണ്ടാമത്തേതെന്ന് പറയുന്നത് മത്സ്യമാണ്. നല്ല ഫാറ്റി ആയിട്ടുള്ള ഫിഷസ്, അതായത് സാൽമൺ, അയല പോലുള്ള മത്സ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് മൂലം ഇത് നമ്മുടെ എലാസ്റ്റിൻ്റെ ബ്രേക്ക് ഡൗൺ തടയുന്നതാണ്. ഒന്നാമത്തെ പറയുന്നത് ഇതിൽ ധാരാളമായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ കുറക്കാൻ സഹായിക്കും. ഇൻഫ്ലമേഷൻ കുറയുമ്പോൾ തന്നെ നമ്മുടെ എലാസ്റ്റിൻ ബ്രേക്ക് ഡൗൺ കുറയുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്കിൻ റിപ്പയറിന് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അസ്റ്റാസാന്തി എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ സ്കിന്നിലുള്ള നമ്മുടെ എന്തെങ്കിലും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് കൊണ്ട്, പൊല്യൂഷനൊക്കെ കൊണ്ട് സ്കിന്നിന് ഉണ്ടാവുന്ന ഈ എലാസ്റ്റിൻ്റെയും കൊളാജിൻ്റെയും ഒക്കെ ബ്രേക്ക് ഡൗൺ തടയാൻ വേണ്ടിയിട്ടും ഇതിലടങ്ങിയിട്ടുള്ള ഈ ഒരു ആൻറ്റി ഓക്സിഡൻസ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊളാജനും എലാസ്റ്റിനും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കിന്നിലുള്ള സെൽസാണ് ഫൈബ്രോബ്ലാസ്റ്റ്. ഈ ഫൈബ്രോബ്ലാസ്റ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഈ ഒരു ഫിഷ് സഹായിക്കുന്നുണ്ട്. ഈ ഫിഷ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സ്കിന്നോട് കൂടെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് വീക്കിലി ഒരു 2 to 3 times ഒക്കെ കഴിച്ചാൽ മതി. നമ്മുടെ എലാസ്റ്റിനും കൊളാജനും ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെ നല്ലതാണ്. കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്ന ഫുഡ് എന്ന് പറഞ്ഞിട്ട് അത് ഏറ്റവും നല്ല ഫുഡ്, കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്നത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. അപ്പോൾ അടുത്തത് മൂന്നാമത്തെ ഒരു ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് പംകിൻ സീഡാണ്. പംകിൻ സീഡിൽ ധാരാളമായിട്ട് സിങ്ക് അടങ്ങിയിട്ടുണ്ട്. ഈ സിങ്ക് നമ്മുടെ എലാസ്റ്റിൻ നിലനിർത്താൻ വേണ്ടി വളരെ അത്യാവശ്യമാണ്. സിങ്ക്, കോപ്പർ പോലുള്ള മിനറൽസ് ആവശ്യമാണ്. അത് ഇതിൽ ഈ പംകിൻ സീഡ്സിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആയിട്ടുള്ള ഗ്ലൈസിൻ,
പ്രോലീൻ, അതുപോലെ ലൈസിൻ, ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എലാസ്റ്റിൻ്റെ ബ്രേക്ക് ഡൗൺ തടയുകയും എലാസ്റ്റിനെയും കൊളാജനെയും ഒക്കെ ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നവയാണ്. അപ്പോൾ പംകിൻ സീഡ് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഡെയിലി കഴിക്കുന്നത് എലാസ്റ്റിൻ ബൂസ്റ്റ് ചെയ്യാനും ബ്രേക്ക് ഡൗൺ ചെയ്ത് പോവാതിരിക്കാനും അത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനും സഹായിക്കുന്നതാണ്. അടുത്ത 4ാമത്തെ ഒരു ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് മുട്ടയാണ്. മുട്ടയിലും ഈ പ്രോലിൻ, ഗ്ലൈസിൻ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ എസെൻഷ്യൽ ആയിട്ടുള്ള ഈ അമിനോ ആസിഡ്സ് നമ്മുടെ കൊളാജൻ്റെയും അതുപോലെ എലാസ്റ്റിൻ്റെയും ബ്രേക്ക് ഡൗൺ തടയുകയും അതിനെ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എഗ്ഗ് നമുക്ക് ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ സാഗിങ് തടയാനും അതുപോലെ തന്നെ ഫേംനെസ് കൂട്ടാനും ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ വരുന്നത് വളരെ മെല്ലെയാക്കാനും സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഒരു മരുന്ന് എന്ന് പറയുന്നത്, ഒരു ആയുർവേദ മരുന്ന് എന്ന് പറയുന്നത് കുമാരിയാണ്. അതായത് നമ്മുടെ അലോവെറ. ഇതും സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാൻ, ഇലാസ്റ്റിനെ വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. നമുക്കിത് കഴിക്കാൻ ഒരു അകത്തേക്ക് ഒരു 10 to 15 ml അതിൻ്റെ പൾപ്പാണ് നമ്മൾ എടുത്ത് കഴിക്കുന്നതെങ്കിൽ ഒരു ഡെയിലി ഒരു 10 to 15 ml കഴിച്ചാൽ മതി. നമുക്കിതൊരു വീക്കിലി 3 to 4 ടൈംസ് കഴിച്ചാൽ മതി. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണ്, കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ഇത് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അഡ്വൈസോട് കൂടെ കഴിക്കുക. അതല്ലാതെ ഇത് കഴിക്കാതിരിക്കുക. ചെറിയ കുട്ടികൾക്കും ഇത് കൊടുക്കേണ്ട ആവശ്യം. ഇതിലടങ്ങിയിട്ടുള്ള പോളിഫിനോൾസ് നമ്മുടെ ശരീരത്തിലുള്ള കൊളാജൻ്റെയും അതുപോലെ തന്നെ എലാസ്റ്റിൻ്റെയും ബ്രേക്ക് ഡൗൺ തടയാൻ സഹായിക്കുന്നവയാണ്. അതുപോലെ തന്നെയാണ് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫൈബ്രോബ്ലാസ്റ്റ്, സ്കിൻ സെൽസ് ആയിട്ടുള്ള ഫൈബ്രോബ്ലാസ്റ്റിൻ്റെ ആക്ടിവിറ്റി കൂട്ടാനും ഈ ഒരു അലോവെറ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊളാജനും ഇലാസ്റ്റിൻ്റെയും ഒക്കെ പ്രൊഡക്ഷൻ കൂട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എലാസ്റ്റിൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്